ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി. ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. ഉപാധികളോടെയാണ് അനുമതി. പാപ്പാഞ്ഞിക്ക് ചുറ്റും 72 അടി ദൂരത്തിൽ സുരക്ഷാ വേലി വേണമെന്ന് കോടതി. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനും ചേരുന്നുണ്ട്. ബിനിൽ, ഒരുപക്ഷെ ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി കൊച്ചിയിലേക്ക് എത്തുന്നവർക്ക് 2 പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടതിന് പിന്നാലെ. ആര്യ, ശരിയാണ്. ഹൈക്കോടതി ഇടപെടലോടുകൂടി ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പകിട്ട് കൂടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 പപ്പാഞ്ഞിമാരെ അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെ കൂറ്റൻ പപ്പാഞ്ഞിമാരെ കത്തിക്കുന്നതിനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഫോർട്ട് കൊച്ചി ബീച്ചിലെ പപ്പാഞ്ഞിയാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. പുതുവർഷ പുലരിയിൽ ആ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് പുതിയ വർഷത്തെ നമ്മളെപ്പോഴും വരവേറ്റിരുന്നത്. 10,000-കണക്കിന് പേരാണ് ആ കാഴ്ച കാണുന്നതിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ തടിച്ചുകൂടുകയും ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ കൂടി അതുപോലെ തന്നെ തലയെടുപ്പുള്ള ഒരു പപ്പാഞ്ഞിയെ സ്ഥാപിച്ചു കഴിഞ്ഞു. ആ പപ്പാഞ്ഞിയെയും കത്തിക്കാനുള്ള ഒരു അനുമതി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ 40 അടിയിലാണ് അതിനൊരു സുരക്ഷാ വേലി തീർത്തിരുന്നത്. അതായത് പപ്പാഞ്ഞിക്ക് ചുറ്റുമായി 40 അടിയിലാണ് സുരക്ഷാ വേലി ഉണ്ടായിരുന്നത്. അത് 72 അടിയായി ഉയർത്തണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ പപ്പാഞ്ഞിയാണ്. അത് കത്തി അമർന്ന് താഴേക്ക് വീഴുമ്പോൾ കൂടി നിൽക്കുന്നവരുടെ ദേഹത്ത് വീഴുന്നത് ഒഴിവാക്കണം. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് കോടതി ആ ഒരു ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ പോലീസ് വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ഒരുപോലെ പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷമല്ല, അതിന് തൊട്ട് മുൻപത്തെ വർഷം ഫോർട്ട് കൊച്ചി വലിയ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ നിലനിന്നിരുന്നു. അത്രമാത്രം ജനത്തിരക്കുണ്ടായി, വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. ആ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് എടുത്തത്. പക്ഷേ ഹൈക്കോടതി ആ ഉത്തരവ് നിർദ്ദേശം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വെളി ഗ്രൗണ്ടിൽ കൂടി പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. ഗലാഡി ഫോർട്ടാണ് വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അവർക്ക് ആ പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. എന്തായാലും 10,000-കണക്കിന് പേർ ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ പുതുവർഷ പുലരിയിൽ എത്താനിരിക്കെയാണ് ഈ 2 പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അവസരം കൈവരുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുള്ളതുണ്ട്. ശ്യാം ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ശ്യാം, ഇനി കുറച്ച് ദിവസങ്ങൾ, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പപ്പാഞ്ഞി അവിടെ റെഡിയാണ്. ഇനി ഒരുക്കങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ്? ഇപ്പോൾ തന്നെ കാണാൻ വരുന്നുണ്ട് ആളുകളൊക്കെ? ആര്യ, ഒരു വൈകിട്ട് 5 മണിയോട് കൂടി കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ് ഞാൻ നിൽക്കുന്ന ഈ ഗ്രൗണ്ട്. അതായത് ഇതാണ് വെളി ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിലെ കാണുന്ന പപ്പാഞ്ഞി, ആ പപ്പാഞ്ഞിയാണ് തർക്കത്തിൽ നിന്നിരുന്നത്. കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും അതോടൊപ്പം തന്നെ ഗാലാഡി ഫോർട്ടും തമ്മിൽ തർക്കമുണ്ടായത് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഇവരൊരു പപ്പാഞ്ഞി ഒരുക്കിയിരുന്നു. ആ പപ്പാഞ്ഞിക്ക് ഉയരം കൂടിയതാണ് പ്രശ്നമായത്. തുടർന്നാണ് അതിനെതിരെ പോലീസ് വരികയും തുടർന്ന് ആ വർഷം അവരെ ആ ഒരു പപ്പാഞ്ഞി കത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ ഗാലാഡി ഫോർട്ട് സംഘടന ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ അനുകൂലമായൊരു വിധി നേടിയിരിക്കുകയാണ്. നിലവിലവർ 40 അടിയിൽ ഉയരത്തിലാണ് ഇപ്പോൾ ആ വേലി തീർത്തിരിക്കുന്നത്. പക്ഷേ ആ വേലി 72 അടിയിലേക്ക് മാറ്റി തീർക്കേണ്ടി വരും. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ രക്ഷാധികാരി ബെന്നിച്ചേട്ടൻ ചേരുന്നു. ചേട്ടാ, ഒരു അനുകൂല വിധി ആ കോടതിയിൽ പോയി സമ്പാദിച്ചു അല്ലേ? അതെ, ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അനുവദിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതിക്ക് ആദ്യമേ ഫോർട്ട് കൊച്ചി മുഴുവൻ നിവാസികളുടെയും പശ്ചിമ കൊച്ചി നിവാസികളുടെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് കോടതി വളരെ 1 മണിക്കൂറിൽ കൂടെ നിന്ന വാദത്തിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കോടതി അത് മനസ്സിലാക്കി. പൊതുവെ ഫോർട്ട് കൊച്ചിയുടെയും പശ്ചിമ കൊച്ചിയുടെയും ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നോക്കി വരുന്ന ഫോർട്ട് കൊച്ചിയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ചൈനീസ് നെറ്റാണ്. അതുൾപ്പെടെയുള്ള കാര്യത്തിൻ്റെ അകത്ത് മുഴുവൻ ടൂറിസ്റ്റുകളും വരുമ്പോൾ അവർ നമ്മളെ കാണുന്നതിന് വേണ്ടിയും കേൾക്കുന്നതിനും വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളതാണ് ഇത്തരം സംവിധാനങ്ങൾ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങളുടെ വക്കീൽ പറഞ്ഞതനുസരിച്ച് കത്തിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കുറി വേറെ എന്തെങ്കിലും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? അല്ല, പോലീസ് ഇതുവരെ നമുക്കൊരു ഡയറക്ഷൻ തന്നില്ല. പോലീസ് ഇത് റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ കോടതിയിൽ പോയത്.
ഇനി പോലീസ് ഒരു ഡയറക്ഷൻ തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാണ് നമുക്കറിയില്ല, കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരം കാര്യത്തിൻ്റെ അകത്താണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. എന്തായാലും ആര്യ, ഈ ഒരു സന്തോഷ വിധിയിൽ നമുക്കിപ്പോൾ കാണാം, ഇവിടെ ഗാലാഡി ഫോർട്ടിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുക. എങ്ങനെയുണ്ട് കോടതി വിധിയെ? കോടതി വിധി വളരെ സന്തോഷകരമാണ്. ഇത് കൊച്ചി നിവാസികളുടെ മൊത്തമായിട്ടുള്ള ഒരു ഫീലാണ്. ഞങ്ങളുടെ എല്ലാം ചെറുപ്പം നാളോട് ജനിച്ച നാളുകളോട്ടുള്ള ഒരു ഫീലാണ്. അപ്പോൾ അതാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് തടഞ്ഞു വെച്ചിരുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഇക്കുറി 2 ഇടത്താണ് പപ്പാഞ്ഞി, അപ്പോൾ എല്ലാവർക്കും പലയിടങ്ങളിലേക്ക് മാറാം. പിന്നെ ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നൊരു സംഭവം ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട കോടതി അത് നമുക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പോലെയുള്ള സംവിധാനങ്ങൾ മറ്റ് ഫോർട്ട് കൊച്ചിയിലും മറ്റൊരു പ്രദേശത്തും ഒരുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വരുന്ന സന്ദർശകർ മുഴുവൻ വെളി ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചിട്ടാണ് വരുന്നത്. അവരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ഏക ലക്ഷ്യം. ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് മഴമരമൊക്കെ തീർത്തിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിദേശികളും സ്വദേശികളും ഒക്കെ ഈ വൈകിട്ടോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തും. പ്രത്യേകമായിട്ട് പറയേണ്ടത്, ഈ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പരേഡ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുകയും അത് വലിയ പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തതാണ്. നമ്മളന്ന് ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഓട്ടോയുടെ മുകളിലിരുത്തിയൊക്കെ ആളുകൾക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി കൊണ്ടുപോകേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ 2 ഇടങ്ങളിലേക്ക് ആളുകൾക്ക് മാറാവുന്നത് കൊണ്ട് തന്നെ അത്തരം ഒരു മാറ്റം ഒരുപക്ഷെ ഈ ആളുകളുടെ തിരക്ക് കുറയ്ക്കാൻ സഹായമാകും. പക്ഷേ പോലീസിൻ്റെ പണി അപ്പോഴും ഇരട്ടിയാകും. പോലീസ് പറയുന്നത് ഏകദേശം 1000-ഓളം പോലീസ് തന്നെ നിലവിൽ ഈ പരേഡ് ഗ്രൗണ്ടിൽ വേണ്ടിവരും. അപ്പോൾ ഇക്കുറി ഈ വെളി ഗ്രൗണ്ടിലും കൂടി ഇത് പപ്പാഞ്ഞ് കത്തിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പോലീസിനെ ഇവിടെയും ക്രമീകരിക്കേണ്ടി വരുമെന്നതൊക്കെയാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. എന്തായാലും കോടതി ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പപ്പാഞ്ഞിക്ക് അനുമതി നൽകിയിരിക്കുകയാണ്, കത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അത് കൂടാതെ ഏകദേശം 42ഓളം വരുന്ന ക്യാമറകൾ ഇവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളുടെ ഔട്ട് ഫോർട്ട് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ പോലീസിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇവരും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പ്രവർത്തകർ പറയുന്നത്. നമുക്കിപ്പോൾ കാണാം തൊട്ടപ്പുറത്ത് വലിയ ഒരു പപ്പാഞ്ഞി, ഏകദേശം 42 അടി ഉയരത്തിലാണ് ഇവിടുത്തെ ഈ പപ്പാഞ്ഞി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പപ്പാഞ്ഞിയാണ് ഇനി 31-ന് രാത്രി ഈ പരേഡ് ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ ഈ വെളി ഗ്രൗണ്ടിലും തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ വലിയ ആശ്വാസത്തിലാണ് ഗലാഡി ഫോർട്ടൊക്കെ. എന്തായാലും ഇപ്പോൾ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകുന്നു. 5 വൈകുന്നേരം ആകുമ്പോൾ തന്നെ ശരിക്കും അവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങും. കാരണം ഇന്നു മുതലൊക്കെ തന്നെ പാപ്പാഞ്ഞിയെ കാണാൻ വേണ്ടി. ശ്യാം പ്രസാദ് ഉത്തമനും ബിനിലുമാണ് വിവരങ്ങൾ നൽകി.